ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നമ്മളിപ്പോൾ പോയ ക്ഷേത്രമില്ലേ, അവിടെ നടയിൽ നിന്നപ്പോൾ ഞാൻ നിത്യയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നേർന്നിട്ടുണ്ട്. അത് ചെന്നൊന്ന് പൂർത്തിയാക്കണം. നിത്യ ഇപ്പോൾ എന്നെ വല്ലാതെ വിശ്വസിക്കുന്നുണ്ട്. അതിനൊരു മാറ്റവും വരാതെ എതിർത്ത് നിൽക്കുന്നവരെല്ലാം നിഷേധിച്ച് നിത്യ എന്നിലേക്ക് തന്നെ വരണേ. ജീവന്റെ മാറ്റം ഞാൻ കാണുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവുന്നില്ല. ഞാൻ പോകുന്നത് തെറ്റായ വഴിക്കാണെങ്കിൽ അതെനിക്ക് ചൂണ്ടിക്കാണിക്കണം. എന്നെ നേർവഴിയിലേക്ക് നയിക്കണേ ഭഗവാനെ. നീ എനിക്ക് നേരായ വഴി കാണിച്ചു തരണേ. തൊഴുതോളൂ. മേടിച്ചോളൂ. പ്രസാദം. ഇന്ന് പ്രത്യേക പൂജയായിരുന്നു. ഈ പ്രസാദം വാങ്ങാൻ നിങ്ങൾക്കാ ഭാഗ്യമുണ്ടായത്. എനിക്കല്പം ഭാഗ്യം കുറച്ചു മതിയെന്ന് ദൈവം തീരുമാനിച്ചാണ് അല്ലേ ഹരി സാറേ? ഭഗവാന്റെ നടയിൽ നിന്ന് കിട്ടുന്നത് ഒരു എതളാണെങ്കിലും അത് പുണ്യമല്ലേ?
അമ്മ എന്തായാലും അവരുടെ കൂടെ അമ്പലത്തിൽ പോവാതിരുന്നത് മോശമായി. നിത്യേച്ചിയുടെ സങ്കടം കൂടിയിട്ടുണ്ടാവും. അറിയാം. അമ്പലത്തിൽ കയറാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ആ അമ്മ അവര് വന്നാച്ച്. ആ നോക്കാം. ആ ശരി. വാ. നിത്യേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. അമ്പലത്തിൽ പോയി മനസ്സ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചപ്പോ നല്ല സുഖമുണ്ട്. ജ്യോതി, ഇതെല്ലാം നിത്യയുടെ മരുന്ന്. കൃത്യമായി കയ്യിൽ വെച്ച് ഒരു വീഴ്ചയില്ലാതെ കൊടുത്തോണം. അത് നിന്റെ ജോലിയാ, കേട്ടല്ലോ? ആൻറ്റി, ഞാനെന്നാ അങ്ങോട്ട്. ശരവണ, ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? കൊഞ്ചം ഇருக்கு സാർ. കൊഞ്ച ഇരുന്നാ പോരാ. മാർക്കറ്റിൽ പോയി ഫ്രൂട്ട്സ് എല്ലാം വാങ്ങണം. ശരി സാർ. ഇടയ്ക്കിടയ്ക്ക് നിത്യക്ക് ജ്യൂസ് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്തെങ്ങനെ മിണ്ടാതിരിക്കുന്നേ? എന്തൊക്കെയാ വേണ്ടെന്ന് ശരവണനോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ നിത്യ, ഞാനൊരു സ്ഥലം വരെ പോവാ. വരാൻ ഒരുപാട് വൈകും. എങ്ങോട്ടാ? നമ്മളിപ്പോ പോയി ക്ഷേത്രമില്ലേ, അവിടെ നടയിൽ നിന്നപ്പോ ഞാൻ നിത്യക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നേർന്നിട്ടുണ്ട്. അത് ചെന്നൊന്ന് പൂർത്തിയാക്കണം. അവിടെ നടയിൽ നിന്നപ്പോ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. അപ്പോഴാ ഞാൻ വഴിപാട് നേർന്നു. ഞാൻ തനിച്ച് ചെയ്യേണ്ടതാ. ഞാൻ പോയിട്ട് വരാം. വരട്ടെ അമ്മേ. നമ്മളെ കൊണ്ട് ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ.